സാധാരണ ജീവിതത്തിൽ ജനിച്ച് കഷ്ടപ്പാടുകളെ പടവെട്ടിക്കൊണ്ടുകൊണ്ട് തന്റേതായ ശൈലിയിൽ ആയിരക്കണക്കിന് യുവതി യുവാക്കൾക്ക് തൊഴിലവസരം നൽകിയ ശ്രീ ചെങ്കൽ രാജശേഖരൻ നായർ വരികയാണ് നമ്മുടെ സ്വന്തം സാന്നിധി ശ്രീ ചെങ്കൽ രാജശേഖരൻ നായർ കടന്നു വരികയാണ്. ഇതാ ഈ വീതിയിലൂടെ കടന്നു വരികയാണ്. പിന്നത്തെ പാതയോരങ്ങളിലും വഴിയോരങ്ങളിലും ഇതാറിലെ വോട്ടർമാർ കൈവീശി കാണിക്കുന്നത് അവർക്ക് നേരെ തൊഴുകയോടെ നിറപുഞ്ചിരിയോടെ കടന്നു വരികയാണ്. നമ്മുടെ സ്വന്തം സാന്നിധി കടന്നു വരികയാണ്. ഇല്ലാത്ത വാക്കുകളിലൂടെ ഇല്ലാത്ത വികസനപ്രവർത്തനം പറയുവാനല്ല വരുന്നത്, അത് പ്രാബല്യത്തിലാക്കുവാൻ കഴിവുണ്ടെന്ന് സന്ദർഭത്തോടെ പറയുവാൻ ആ ആവശ്യങ്ങൾ നിങ്ങൾ പേടിച്ചെന്ന് പറയുവാൻ ഒരു സാധ്യതയുണ്ട്. അതാണ് നമ്മുടെ ചെക്കൻ രാജശേഖരൻ. തത്സമയ വിവരങ്ങളുമായി വീണ ചേരുകയാണ്. വീണ, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുകയാണ് നെയ്യാറ്റിൻകരയിലെ ആവേശം. മോഡി സർക്കാരിന്റെ നരേന്ദ്രമോദിയുടെ വികസിത കേരളം എന്ന ലക്ഷ്യം സാധ്യമാക്കാൻ നെയ്യാറ്റിൻകരയിൽ ചെങ്കൽ എസ് രാജശേഖരൻ നായർ എത്തുമ്പോൾ അവിടുത്തെ ആവേശം എത്രത്തോളമാണ് വീണ? നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരു റോഡ് ഷോ ആരംഭിച്ചിട്ട് 1 മണിക്കൂർ പിന്നിടുകയാണ്. കടന്നു വന്ന വഴികളിലൊക്കെ സ്ഥാനാർത്ഥി കാണുവാനും ഒപ്പം തന്നെ ചിന്തകൾ നൽകുവാനും ഒപ്പം തന്നെ ആശംസകൾ പങ്കുവയ്ക്കുവാനും കാത്തു നിൽക്കുന്നവരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, പുരുഷന്മാരുണ്ട്, എല്ലാ പ്രായത്തിലുള്ളവരും സ്ഥാനാർത്ഥിക്കാണ്. മാറ്റം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ ചിന്തിച്ചതുപോലെ തന്നെ ഭാരതത്തിനായി സർക്കാർ അത് നടപ്പാക്കുക എന്നത് തന്നെയാണ് കൂടിയായ ചില രാജ്യത്തിന്റെ ആശയം. ആ ആശയം നടപ്പാക്കുക എന്നത് തന്നെയാണ് രാജശേഖരൻ നായർ വരികയാണ്. നാടറിയുന്ന, നാട്ടുകാരറിയുന്ന, നാട്യങ്ങളില്ലാത്ത നാട്ടുകാരൻ, ഈ നാട്ടുകാരുടെ കൂട്ടുകാരൻ, തന്നോടൊപ്പം പഠിച്ചു വളർന്നവരെയും കളിച്ചു വളർന്നവരെയും കണ്ടാൽ ഏത് ഹൈവേയിൽ പോലും വാഹനമൊരുക്കിക്കൊണ്ട് അവരുടെ സുഖവിവരങ്ങൾ ചോദിച്ചറിയുന്ന നമ്മുടെ സ്വന്തം പുത്രൻ ശ്രീ ചെങ്കൽ രാജശേഖരൻ നായർ കടന്നു വരികയാണ്. ഇന്നത്തെ ഈ നാടിലെ പ്രിയരാം പ്രവർത്തനാർത്ഥരുടെ കൈവീശി കാണിക്കുമ്പോൾ അവർക്ക് നേരെ തൊഴിലുകളോടെ നിറപുഞ്ചിരിയോടെ കടന്നു വരികയാണ്. ശ്രീ ചെങ്കൽ രാജശേഖരൻ നായർ വരികയാണ്. പറയുന്ന വാക്കുകൾ പ്രാബല്യത്തിലെത്തിക്കുവാൻ പ്രിയമുള്ളവരെ ആതുര സേവന രംഗത്ത് വീണ തുടരുന്നെന്ന് മനസ്സിലാക്കുന്നു. വീണ, നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചും ഏറെ അഭിമാനകരമായൊരു നിമിഷമാണ്. ജനം TV MD കൂടിയായ ചെങ്കൽ എസ് രാജശേഖരൻ നായർ എത്തുന്നത്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ നിലപാടും അദ്ദേഹം വിശ്വാസി സമൂഹത്തിനൊപ്പം നിൽക്കുന്ന നിലപാടുകളൊക്കെ സ്വീകരിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ്, നമ്മൾ എത്തിക്കുന്നതാണ് ജനങ്ങളിലേക്ക്. അത്തരത്തിലുള്ള ഒരു നേതാവ്, ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ എത്തുമ്പോൾ അവരുടെ ആവേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവരുടെ പ്രതീക്ഷകളും നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? നമ്മുടെ ആവശ്യങ്ങളോട് ചെന്ന് പറയുവാൻ, അവർ ക്ഷമയോടെ കേട്ടു നിൽക്കുവാൻ, അതിന് പരിഹാരമുണ്ടെന്ന് സന്തോഷത്തോടെ പറയുവാൻ നമുക്കൊരു സാധ്യതയുണ്ട്. അത് ചെങ്കൽ രാജശേഖരൻ നായർ. ചെങ്കൽ രാജശേഖരൻ നായർ വരികയാണ്. ഈ രീതിയിലൂടെ കടന്നു വരികയാണ്. നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിന്റെ കരുത്തരും ധർമ്മധീരനുമായ ചേർവ് ശ്രീ ചെങ്കൽ രാജശേഖരൻ നായർ കടന്നു വരികയാണ്. ഇതാ വരികയാണ്. ശ്രീ ചെങ്കൽ രാജശേഖരൻ നായർ കടന്നു വരികയാണ്. പിന്നിട്ട പാതയോരങ്ങളിലും വഴിയോരങ്ങളും ഈ നാടിന്റെ പ്രിയരാം പ്രമുഖരാം ജനത കൈവീശി കാണിക്കുന്നു. റോഡ് ഇരുവശവും നിന്ന് കൈവീശി കാണിക്കുന്നു. അവർക്ക് നേരെ തൊഴുകൈകളോട് നിറപുഞ്ചിരിയോട് നമ്മുടെ സ്വന്തം പുത്രൻ കടന്നു വരികയാണ്. സാധാരണ കുടുംബജീവിതത്തിൽ നിന്നും ജനിച്ചു വളർന്ന്, സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് കഷ്ടപ്പാടുകളിൽ പുറവെട്ടിക്കൊരുങ്ങിക്കൊണ്ട് പിന്നിട്ട വഴികളിലെല്ലാം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ മേഖല സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം പുത്രൻ ശ്രീ ചെങ്കൽ നായർ ഇതാ വരികയാണ്. ഇതാ ഈ രീതിയിലൂടെ കടന്നു വരികയാണ്. നിങ്ങളെ കാണുവാൻ നമ്മുടെ സ്വന്തം ചാനലിൽ ചെങ്കൽ രാജശേഖരൻ നായർ കടന്നു വരികയാണ്. ഇതാ വരികയാണ്. നമ്മുടെ സ്വന്തം പുത്രൻ നെയ്യാറ്റിൻകരയുടെ അഭിമാനം നമുക്ക് പറയുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ പറയുവാൻ, ആവശ്യതയോടെ വിളിക്കുവാൻ, അതിന് പരിഹാരമുണ്ടെന്ന് ചെറുപ്പത്തോടെ നമ്മുടെ പറയുക. നമുക്ക്
സാരഥിയുണ്ട്. അതാണ് ശ്രീ ചെങ്കൽ രാജശേഖരൻ നായർ. രാജ്യത്തിന്റെ വികസന പദ്ധതി ലോകത്തിൽ മാതൃകയാക്കിയ നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന നിങ്ങളുടെ പ്രിയങ്കരനായ സാരഥി ചെങ്കൽ രാജശേഖരൻ നായർ ഇതാ ഇതുവഴി കടന്നു വരികയാണ്. അംഗീകരിക്കുവാൻ ആശീർവദിച്ചു. നിങ്ങളുടെ പ്രിയങ്കരനായ സാരഥി ചെങ്കൽ രാജശേഖരൻ നായർ ഇതാ കടന്നു വരികയാണ്. നെയ്യാറ്റിൻകരയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ ചെങ്കൽ എസ് രാജശേഖരൻ നായരുടെ റോഡ് ഷോ നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.